എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പെജൻറ്റിൻ്റെ സെക്കൻഡ് സീരീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഗ്ലോബൽ മിസ് ഏഷ്യ ഇൻ്റർനാഷണൽ ഇന്ത്യ 2023 ജേർണിയാണ്. അപ്പോൾ മിസ് കേരളയുടെ ജേർണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയ എല്ലാ സപ്പോർട്ടും ഈ വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടുതൽ അവരോട് ഒന്ന് സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് തന്നെ പോവാം. സോ ഇത് ആക്ച്വലി ഗ്ലോബൽ ഇന്ത്യ എൻ്റർടൈൻമെൻറ്റ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ് ഈ പെജൻറ്റ് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ പെജൻറ്റിൽ മിസ്റ്റീൻ, മിസ്സസ് ആൻഡ് മിസ്റ്റർ കാറ്റഗറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് മിസ് കേരളയിലാകെ മിസ് കേരള കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ള 4 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിസ് കാറ്റഗറിയിലായിരുന്നു. ഇത് ആക്ച്വലി 2023 ജൂണിലാണ് നടന്നത്. നമ്മുടെ ഓഡീഷൻസൊക്കെ നടന്നത് ജനുവരിയിലായിരുന്നു. 2023 ജനുവരിയിലായിരുന്നു ഓഡീഷൻസും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ. സോ നേരത്തെ പോലെ തന്നെ ഇതും ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, കുറച്ച് അന്വേഷിച്ചു. മിസ് കേരള പോലെ നമുക്കിത് അറിയില്ല, കാരണം മിസ് കേരള ഒരു കേരളത്തിൽ നടക്കുന്നൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇത് കുറച്ച് ഇൻ്റർനാഷണൽ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി അറിയില്ല. സോ ഞാൻ കുറച്ചധികം അന്വേഷിച്ച് കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഈ പേഷ്യൻറ്റിനെ ഞാൻ രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രേഷൻ ഫീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ മിസ് കേരളയ്ക്ക് നമുക്ക് ഓഫ്ലൈൻ ഓഡീഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇതുപോലെ ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊച്ചി ഓഡീഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സമയത്ത് കൊച്ചിയിലായിരുന്നുകൊണ്ട് കൊച്ചി ഓഡീഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ബേസിക്കലി നോക്കിയിരുന്നത് 2 പേരുണ്ടായിരുന്നു. ജഡ്ജസ് നോക്കിയിരുന്നത് നമ്മുടെ വോക്ക്, നമ്മുടെ കോൺഫിഡൻസ്, സ്റ്റേജ് അപ്പിയറൻസ്, പിന്നെ നമ്മുടെ ടാലൻറ്റ് നമുക്ക് ഒരെണ്ണം പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. ടാലൻറ്റ് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഓവറോൾ നമ്മുടെ ഒരു കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. സോ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പേര് കൊച്ചിയിൽ നിന്ന് സെലക്റ്റഡ് ആയിരുന്നു. ഐ തിങ്ക് 2-3 പേര് സെലക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്കത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൽ വന്നു, ഇങ്ങനെ സെലക്ഷൻ ആയിട്ടുണ്ട്, ഫിനാലേക്ക് ഡൽഹിയിൽ വരണം. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഫിനാലെ ക്രൗൺ പ്ലാസ റോഷ്നിയിൽ വെച്ചിട്ടായിരുന്നു ഫിനാലെ നടത്തിയത്. സോ അപ്പോൾ നമ്മുടെ ഫ്രം ഡേ 1 ടു ഫിനാലെ ഡേ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ജൂൺ 6 ജൂൺ 6 ടു ജൂൺ 10 ആയിരുന്നു 2023 നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ജൂൺ 6 നമുക്ക് ഡൽഹിയിൽ എത്തണമായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത്. ഓഡീഷൻ്റെ സമയത്ത് കൊച്ചിയിലായിരുന്നു, പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി. 6 നമുക്ക് എത്തണമായിരുന്നു. എനിക്കപ്പോൾ ബാംഗ്ലൂരിലുള്ളൊരു മലയാളീനെ, കേരള റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കുട്ടീനെയൊക്കെ എയർപോർട്ടിൽ നിന്ന് പരിചയപ്പെട്ടു. നമുക്ക് കുറച്ചധികം മലയാളികളെ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് രാവിലെ 9 മണിക്ക് ചെക്ക് ഇൻ ആയിരുന്നു 6. അപ്പോൾ ഡേ 1 നമുക്ക് വെൽക്കം സെറിമണികളും പരിപാടികളും, സാഷീസ് എല്ലാവർക്കും കൊടുക്കുക, നമ്മുടെ പേര് എഴുതിയ സാഷീസ് ഉണ്ടല്ലേ, സാഷീസ് കൊടുക്കുക, പിന്നെ കണ്ടസ്റ്റൻറ്റിന് നമ്പേഴ്സ് തരിക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ചെന്ന് കയറിയ അന്ന് തന്നെ ഡേ 1 തന്നെയായിരുന്നു നമുക്ക് ടാലൻറ്റ് റൗണ്ട്. അവിടെ ടാലൻറ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ടാലൻറ്റ് പ്രസൻറ്റ് ചെയ്യുക. കേരളയിൽ 5 മിനിറ്റ് ആയിരുന്നു. നമുക്കിവിടെ ടാലൻറ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് ആയിരുന്നു ടൈം, മാക്സിമം 1 മിനിറ്റ്. 1 മിനിറ്റിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈ ചെയ്യും, സോങ് പോസ് ചെയ്യും, പ്ലസ് ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ആ ടാലൻറ്റ് റൗണ്ടിലത്തെ മാർക്സ് നമുക്ക് കിട്ടില്ല. സോ അന്ന് തന്നെയായിരുന്നു ടാലൻറ്റ് റൗണ്ട്. പിന്നെ മിസ് കേരളയിൽ എന്ന് പറഞ്ഞാൽ 23 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിൽ നിന്ന് 2-3 കുട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിസ് കാറ്റഗറിയിലാണെങ്കിൽ ഓരോ സ്റ്റേറ്റിൽ നിന്ന് 2-3 കുട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ കാറ്റഗറിയിലും, മിസ് ടീൻ കാറ്റഗറിയിലും, മിസ്സസ് കാറ്റഗറിയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ടായിരുന്നു. സീനിയറും ഉണ്ടായിരുന്നു, ജൂനിയറും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 36 വയസ്സിന് താഴെയുള്ളവർ ജൂനിയറും 37 വയസ്സിന് മുകളിലോട്ടുള്ളവർ സീനിയർ കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പം അത്തരം കാറ്റഗറിയിൽ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഇത്ര ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ഒരു അറൗണ്ട് ഒരു 300 പേരുടെ അടുത്ത് ഫിനാലേക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി 4-5 കാറ്റഗറി എന്ന് പറയാം. 5 കാറ്റഗറിയിൽ നിന്ന് 300 പേരുടെ അടുത്ത് ഫിനാലേക്ക് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ അത് ഡിഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല, പക്ഷെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് എന്ത് ക്ലാസ് ആണെങ്കിലും എന്ത് ഗ്രൂമിങ് സെഷൻസ് ആണെങ്കിലും നമുക്ക് അവിടെ
പേഴ്സൺ ടു പേഴ്സൺ അറ്റൻഷൻ കിട്ടിയിരുന്നു മിസ് കേരളയിൽ. പക്ഷെ അത് നമുക്ക് ഇവിടെ കിട്ടുന്നില്ലായിരുന്നു. കാരണം ആരാണെങ്കിലും ഈ 300 പേരെയാണ് പഠിപ്പിച്ചത്. മോസ്റ്റ്ലി 300 പേരുണ്ടായിരുന്നു, അറൗണ്ട് 300 പേരുണ്ടായിരുന്നു. 300 പേരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. പഠിപ്പിക്കുന്നവർക്കും ട്രെയിനിങ് തരുന്നവർക്കും നമുക്കും കണ്ടസ്റ്റൻസിനും അത് ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് അവിടെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടിയിട്ട് ഇവിടെ അത് കിട്ടാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്ട്രെസ്സും ഫുഡ് കഴിക്കാനാണെങ്കിലും ഇത്ര പേര് ഉണ്ട്. പ്ലസ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മിസ് കേരളയിൽ പാരൻസ് അലോഡ് അല്ലായിരുന്നു, ഇവിടെ പാരൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ കൂടെ അച്ഛൻ, അമ്മ, അനിയത്തി, ചേച്ചി, അമ്മൂമ്മ, അപ്പൂപ്പൻ ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സെപ്പറേറ്റ് ഫീസ് റേറ്റ്സ് ആയിരുന്നു അവർക്ക് സ്റ്റേ എടുത്ത് കൊടുക്കാനായിട്ട്. പക്ഷെ ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഉണ്ടാവും ഗ്രൂമിങ്ങിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാനായിട്ട്. വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് വരും, അവർക്ക് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഫുള്ളി കൺജസ്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈമിൽ ഫുഡ് കിട്ടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അവിടെ ഉണ്ട്, പക്ഷേ നമുക്കൊരു പർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോളിലോട്ട് എത്തണം. അപ്പം നമ്മൾ കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് ക്യൂ ആയിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തു. സോ പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്ര കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, പാരൻസും കൂടെ ഉണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ ടാലൻറ്റ് റൗണ്ട് ആയിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ ടാലൻറ്റ് റൗണ്ടിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മിസ് ടീം കുട്ടികളായതുകൊണ്ട് അവരെ ടാലൻറ്റ് റൗണ്ട് അങ്ങ് തീർത്ത് കിട്ടും. ഇത്ര കുട്ടികളുടെ കഴിയണം എന്ന് വിചാരിക്കണം. ടാലൻറ്റ് റൗണ്ട് അങ്ങ് കഴിച്ചു വിട്ടു. അത് കഴിഞ്ഞ് മിസ്സസ് കാറ്റഗറി എടുത്തു. മിസ്സസ് കാറ്റഗറിയുടെ ടാലൻറ്റ് റൗണ്ട് തീർത്തു. അത് കഴിഞ്ഞ് ഇവർ മിസ്റ്റർ കാറ്റഗറിയുടെ ടാലൻറ്റ് റൗണ്ട് ചെയ്തു. മിസ്റ്റർ കാറ്റഗറിയുടെ ടാലൻറ്റ് റൗണ്ട് ചെയ്ത് നമ്മൾ മിസ് കാറ്റഗറി ടാലൻറ്റ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും വെളുപ്പിനൊരു 1 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മളും ഇത്ര പേരുണ്ട്. അപ്പോൾ എൻ്റെ 20ാമത്തെ 22ാമത്തെ എന്തോ നമ്പറായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും 4 മണി ആ സമയം ആയിരുന്നു. 1 മണി എന്തായാലും കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 4 മണി കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയപ്പോഴേക്കും അത് കഴിഞ്ഞ് നമുക്ക് ഏർലി മോർണിംഗ് 6 മണിക്ക് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഏറ്റവും പ്രശ്നം. നമ്മൾ 4 മണിക്ക് വന്ന് കിടന്ന് ഉറങ്ങാൻ പോലും സമയമില്ല. ജസ്റ്റ് ഫ്രഷ് ആവുക, ഡ്രസ്സ് ചെയ്യുക, അടുത്ത ദിവസത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക. 6 മണിക്ക് എല്ലാ ദിവസവും സെഷൻ സ്റ്റാർട്ട്. നമ്മൾ രാത്രി എത്ര മണിക്ക് ഉറങ്ങിയാലും പ്രശ്നമില്ല, 6 മണിക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് അവർ പ്രോപ്പറായിട്ട് ചെയ്തു. കാരണം 4-5 ദിവസത്തെ കാര്യമുള്ളൂ, നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മളവിടെ സുഖിക്കാനല്ല ചെന്നിരിക്കുന്നത്, നമ്മൾ കഷ്ടപ്പെടാനും ഹാർഡ് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കാണ് ചെന്നിരിക്കുന്നത്. സോ അതിനുള്ള എനിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബിക്കോസ് എനിക്ക് ആ ഷെഡ്യൂൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ ഷൂട്ടിന് പോകുമ്പോഴാണെങ്കിലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എൻ്റെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് എൻ്റെ. രാവിലെ ഒരു സ്ഥലത്ത് എത്തുന്നു, രാവിലെ ഷൂട്ട്, ഉച്ചയ്ക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു, ഉച്ചയ്ക്ക് ഷൂട്ട്, വൈകിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു, വൈകിട്ട് ഷൂട്ട്, അത് കഴിഞ്ഞ് രാത്രി തിരിച്ച് കോളേജിലോട്ട് ട്രാവൽ ചെയ്യണു, പിറ്റേ ദിവസം കോളേജിൽ പോകണം. ടൈറ്റ് ഷെഡ്യൂളായിരുന്നു എൻ്റെ. എനിക്കപ്പോൾ ആ ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ടാണ്, ടയേർഡാണെങ്കിൽ എനിക്കിഷ്ടമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത്. അയ്യോ ഒരു പിന്നിരിക്കണോ, വോട്ടെവർ. എനിക്ക് അപ്പോൾ ആ ഷെഡ്യൂൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് ഡേ ടു വാസ് ഗ്രൂമിങ് സെഷൻസ്. നമുക്ക് ടോട്ടൽ ഓഫ് 6 ഗ്രൂമിങ് സെഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡേ 2-ൽ നമുക്ക് 3 ഗ്രൂമിങ് സെഷൻസ് ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെയായിരുന്നു ഗ്രൂമിങ് 1, ഗ്രൂമിങ് 2 ആൻഡ് ഗ്രൂമിങ് 3. അത് ഓരോരുത്തർ വെച്ചിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ടോക്കിംഗ്, സ്റ്റേജ് പ്രസൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ഗ്രൂമിങ് സെഷൻസ് ആയിരുന്നു. അതുകൂടാണ്ട് അന്ന് നമുക്ക് റാം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോഴേക്കും റാം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോർട്ട്ഫോളിയോ ഷൂട്ടായിരുന്നു. പോർട്ട്ഫോളിയോ ഷൂട്ടിൽ നമുക്ക് 3 ഔട്ട്ഫിറ്റ് ആയിരുന്നു. 3 ഔട്ട്ഫിറ്റ് നമുക്ക് അവർ തന്നെയാണ് തന്നത്. 3 ഔട്ട്ഫിറ്റ് ആയിരുന്നു. 2 ഔട്ട്ഫിറ്റ് നമുക്ക് അവരാണ് തന്നത്. 1 ഔട്ട്ഫിറ്റ് നമ്മുടെ സ്വന്തമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡേ 2 ആയപ്പോഴേക്കും നമ്മുടെ ഫിനാലെ വാക്കിൻ്റെ കൊറിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് അവിടുത്തെ പോലെ 23 പേരല്ല, ഇവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഫിനാലെ വോക്കും കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതായതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ അവരത് ചെയ്തു. ഫിനാലെ വോക്കിൻ്റെ കൊറിയോഗ്രാഫിയും കൂടി ഉണ്ടായി.
അത് കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി കിടന്നുറങ്ങിയപ്പോഴേക്കും വെളുപ്പാങ്കാലമായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ എണീറ്റു. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ചായയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ടൈം കിട്ടുന്ന പോലെ കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല പരിപാടികളൊക്കെ. അത് കഴിഞ്ഞ് ഡേ 3 ജൂൺ തെറ്റാ ഞാൻ എഴുതി വെച്ചേക്കുന്ന, ഓക്കെ അത് തെറ്റല്ല, എനിക്ക് വായിക്കാൻ അറിയാത്ത. ഡേ 3 ജൂൺ 8 നമുക്ക് അവിടെ 3 സെഷൻസ് ഓഫ് ഗ്രൂമിങ് നമുക്ക് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ കഴിഞ്ഞിരുന്നു. ഇനി അടുത്ത ഡേ നമുക്ക് 2 സെഷൻസ്, ഗ്രൂമിങ് 4 ആൻഡ് ഗ്രൂമിങ് 5 ആയിരുന്നു. 2 സെഷൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് മിസ് കേരളയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം, നമുക്ക് ബിക്കിനി റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, പൂൾ റൗണ്ട് ഉണ്ടായിരുന്നു. സോ അപ്പോൾ പൂൾ റൗണ്ടിൻ്റെ കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പൂൾ റൗണ്ടിൻ്റെ കൊറിയോഗ്രഫി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഫിനാലെ ഡേയുടെ ട്രെയിനിങ്, പിന്നെയും കൊറിയോഗ്രഫി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അടുത്ത ഡേ 4 ജൂൺ 9 പിന്നെ നമുക്ക് മോർണിംഗ് തന്നെ ഫിനാലെ ഡേയുടെ കൊറിയോഗ്രഫിയും പൂൾ റൗണ്ടിൻ്റെ കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഫിറ്റിങ്, ഗ്രാൻഡ് ഫിനാലേക്കുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഡേ 4 നമ്മൾ ചെയ്തു. പിന്നെ നമുക്ക് ഗ്രൂമിങ്, ലാസ്റ്റ് ഗ്രൂമിങ് ആയിരുന്നു, ഗ്രൂമിങ് നമ്പർ 6 ഉണ്ടായിരുന്നു. ഈ ഗ്രൂമിങ് നമ്പർ ആ ക്ലാസ്സും കൂടെ, ഗ്രൂമിങ് ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ പൂൾ റൗണ്ട് ആയിരുന്നു വന്ന്. ഡേ 4 നമുക്ക് പൂൾ റൗണ്ടിൻ്റെ ഫിനാലെ ആയിരുന്നു. പൂൾ റൗണ്ടിൻ്റെ ഫിനാലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂൾ ഉണ്ടായിരുന്നു, റാമ്പ് വോക്ക് ചെയ്യുക, ഓരോ ഗ്രൂപ്പായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്, റാമ്പ് വോക്ക് ചെയ്യുക, അവിടെ ചെല്ലുക, ജഡ്ജസിൻ്റെ മുമ്പിൽ ചെല്ലുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ആൻസർ പറയുക, നമ്മുടെ എക്സിറ്റ് ആണ്. സോ അന്ന് പൂൾ റൗണ്ടിൻ്റെ ഫിനാലെ ആയിരുന്നു ഡേ 4. അത് കഴിഞ്ഞ് ഡേ 5, ഓക്കെ ഡേ 5 ജൂൺ 10 അവിടെ നമുക്ക് 5 ദിവസം ഗ്രൂമിങ്ങും 6-ാമത്തെ ദിവസം ഫിനാലെ ആയിരുന്നു. ഇവിടെ നമുക്ക് 4 ദിവസം ഗ്രൂമിങ്ങും 5-ാമത്തെ ദിവസം ഫിനാലെയാണ്. ഡേ 5 ജൂൺ 10 നമ്മൾ ഏർലി മോർണിംഗ് നമ്മുടെ മേക്കപ്പും ഹെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഫിനാലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ ഇതിലുള്ളതുപോലെ തന്നെ അത് തന്നെ നമ്മുടെ റാമ്പ് വോക്ക് പ്ലസ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റൻ ആൻസർ സെക്ഷൻസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റൻ ആൻസർ സെക്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് കുറച്ച് പേര് അവർ ഫിഗർ ഔട്ട് ചെയ്തെടുത്തിട്ടാണ് ഫൈനൽ വോക്ക് നടത്തുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്. സോ ഈ ലാസ്റ്റ് ക്വസ്റ്റനെയർ എല്ലാവർക്കും കിട്ടത്തില്ല. ലാസ്റ്റ് ക്വസ്റ്റനെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ടാവും. മിസ് കേരളയ്ക്ക് 5-6 പേരുണ്ടായിരുന്നത്. അത്ര പേരിൻ്റെ അകത്ത് ഒരു കോമൺ ക്വസ്റ്റ്യൻ കൊടുക്കും, ഒരു കോമൺ ടൈമിങ് കൊടുക്കും, ഒരുമിച്ച് അതിനുള്ള ആൻസർ എഴുതുക, വായിക്കുക. അതിനുള്ള ബെസ്റ്റ് ആൻസർ വിൽ ബി ദ വിന്നർ. സോ അങ്ങനെയാണ്. അപ്പോൾ ക്വസ്റ്റനെയറിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും ഉണ്ട്, ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ എല്ലാവർക്കും ഉണ്ട്. ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ഫിൽട്ടർ ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേര് എടുക്കുക ചെയ്യുക. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, Q&A കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 11 പേരെയാണ് അവർ ഫിൽട്ടർ ചെയ്തെടുത്തത്. കാരണം അവിടുത്തെ പോലെ 23 പേരല്ല, ഇവിടെ അതിൽ കൂടുതലുണ്ട്. സോ 11 പേരെ അവർ ഫിൽട്ടർ ചെയ്തെടുത്തു. നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ കിട്ടി, എല്ലാവരും ആൻസർ പറഞ്ഞ് എക്സിറ്റ് ചെയ്തു. ഇത് നമ്മുടെ മിസ് കാറ്റഗറിയിൽ മാത്രമല്ല, എല്ലാ കാറ്റഗറിയിലും ഇതുപോലെ തന്നെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതിനുള്ള മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ഫിനാലെ മെയിൻ ജഡ്ജ് മലായിക അരോരയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. സോ ക്വസ്റ്റ്യൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് മിസ് ടീൻ കഴിഞ്ഞു, മിസ്സിസ് കഴിഞ്ഞു, മിസ്റ്റർ കഴിഞ്ഞു. നമ്മൾ മിസ് ലാസ്റ്റ് വെയിറ്റ് ചെയ്യുവാണ്, മിസ് കാറ്റഗറി വെയിറ്റ് ചെയ്യുകയാണ് അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ സബ് ടൈറ്റിൽസ് ഒക്കെ അനൗൺസ് ചെയ്തു. സബ് ടൈറ്റിൽസ് എല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റണ്ണറപ്പ് അനൗൺസ് ചെയ്തു, എൻ്റെ പേരില്ല. ഫസ്റ്റ് റണ്ണറപ്പ് അനൗൺസ് ചെയ്തു, എൻ്റെ പേരില്ല. ടൈറ്റിൽ വിന്നർ അനൗൺസ് ചെയ്തു, എൻ്റെ പേരില്ല. അപ്പം ഞാനാണെങ്കിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. നമുക്ക് തന്നെ തോന്നുന്നു നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, എല്ലാവരും പറയും ചെയ്തു. സോ ഞാൻ ആ ഒരു പ്രതീക്ഷയിലിരുന്ന് 3 ടൈറ്റിലും എൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് നഗടിച്ച. പിന്നെ വിചാരിച്ചു കോമ്പറ്റീഷനാണ്, നമ്മൾ അത്ര നാൾ ഇപ്പോൾ പെജൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാലെ കഴിഞ്ഞ് അനൗൺസ് ചെയ്യുന്നവരെ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഒരു എക്സ്പീരിയൻസ് ആയല്ലോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ 100% നമുക്ക് ഇടാൻ പറ്റില്ല. 100% പോരാ, അതിലും കൂടുതൽ എഫേർട്ട് നമ്മൾ ഇടണം, നമുക്ക് ഇടാൻ പറ്റില്ല. സോ അങ്ങനെ വിചാരിക്കാണ്ടിരിക്കുക. പിന്നെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനോടത്ത് കുഴപ്പമില്ല, ഇനിയും
ചാൻസസ് ഉണ്ടല്ലോ, ഇനി നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച് ഇരുന്ന് അപ്പോഴേക്കൊക്കെ നമ്മൾ മറ്റേ ഉറക്കം തൂങ്ങി അവസ്ഥയായിട്ടിരിക്കും കേട്ടോ. കാരണം ഇത്ര ദിവസത്തെ ഉറക്കം. നമ്മുടെ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മറ്റേ പ്രിയങ്ക മാമിൻ്റെ അപ്പുറമായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സംസാരിക്കാൻ പാടില്ല, ഫോൺ എടുക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, പുള്ളിനെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കണം. അയ്യോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതിലെനിക്ക് പുള്ളിനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. പുള്ളി ആക്ച്വലി ഇൻ്റർനാഷണൽ കൊറിയോഗ്രാഫറാണ്. ലോകേഷ് ശർമ്മ എന്നാണ് പേര്. ഇൻ്റർനാഷണൽ ഇപ്പോൾ ലാക്മേ ഫാഷൻ വീക്ക്, ദുബായ് ഫാഷൻ വീക്കിൻ്റെയൊക്കെ കൊറിയോഗ്രഫി പുള്ളിയാണ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരാളുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. സോ എന്തായാലും പുള്ളിയുടെ ആ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. പങ്ക്ച്വാലിറ്റിയുടെ അങ്ങാപ്പുറം. നമ്മുടെ അടുത്ത് 6 മണിക്ക് വെളുപ്പിന് 6 മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി 5:55 അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്തിരിക്കും. ആരൊക്കെ കറക്റ്റ് ടൈമിൽ വരുന്നുണ്ട്, വരാത്തവരൊക്കെ ഔട്ടാണ്, അവർക്കൊന്നും അന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇതെന്തായാലും അനൗൺസൊക്കെ ചെയ്തു. ഞാനപ്പോൾ പുറകിൽ ഇങ്ങനെ ഇരിക്കുക, ബാക്ക് സ്റ്റേജിലിരിക്കുവാണ്. ബാക്ക് സ്റ്റേജിലിരുന്ന് ഞാനിങ്ങനെ ലിറ്ററലി ഉറക്കം തൂങ്ങിയെന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങി ഒന്ന് മയങ്ങി വന്നപ്പോഴേക്കും പെട്ടെന്ന് അപ്പം നമ്മുടെ ഇതിൻ്റെ ഹെഡ്, പ്രോഗ്രാമിൻ്റെ ഹെഡ് ഒരു മാമാണ്, ആലി മാം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ആലിയാണ്. അപ്പം ആലി വന്നിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, നന്ദന ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആക്ച്വലി അത് കാൽക്കുലേറ്റ് ചെയ്തവരുടെ മിസ്റ്റേക്കാണ്. സെക്കൻഡ് റണ്ണറപ്പിൽ 2 പൊസിഷൻ ഉണ്ട്. സെക്കൻഡ് റണ്ണപ്പ് ആയിട്ടുള്ള കുട്ടിയുടെ തൻ്റെയും മാർക്സ് സെയിം ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1 മാർക്കിൻ്റെ എന്ത് വ്യത്യാസം വന്നതാണ്. ഞാനിപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതാണ്. അത് ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. അത് ഭയങ്കരമായിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു. അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, സോറി, ഒന്നും വിചാരിക്കരുത്, ഇപ്പോൾ നോക്കിയില്ലായിരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്തേനെ, പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ പറഞ്ഞ ദൈവമേ പോയി എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തോ കിട്ടി. അത് കഴിഞ്ഞ് സെക്കൻഡ് റണ്ണറപ്പിൻ്റെ പൊസിഷൻ നമ്മൾ 2 പേരാണ് ഷെയർ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ സാഷയും ക്രൗണിങ്ങും എല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. അപ്പോഴേക്കും ഞാൻ വീട്ടിലപ്പോഴേക്കും രാത്രിയായി 12:30 1 മണി 2 മണി ആ സമയപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോഴേക്കും വീട്ടിലോട്ട് വിളിച്ച്, ഞാൻ പ്രൈസ് ഒന്നും കിട്ടേണ്ടപ്പോൾ വിളിച്ചില്ല, കാരണം ഫോൺ എവിടെയെന്ന് പോലും അറിയില്ലായിരുന്നു. എവിടെയോ വെച്ചിട്ട്, ബാഗിൽ വെച്ചിട്ട്, റൂമിൽ വെച്ചിട്ടൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രൈസിങ്ങും ക്രൗണിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ബാഗൊക്കെ എടുത്ത് റൂമിലോട്ട് ചെന്നിട്ട് എല്ലാവരും ഗ്രൂപ്പ് കോളൊക്കെ ചെയ്ത് എല്ലാവരെയും കാണിച്ചു കൊടുത്ത് എല്ലാവരും ഹാപ്പിയായി. സോ ഇതായിരുന്നു അപ്പോൾ നമ്മുടെ മിസ് ഏഷ്യയുടെ ഒരു ജേർണി. പിറ്റേ ദിവസം രാവിലെ നമ്മളെല്ലാവരും ചെക്കൗട്ട് ചെയ്ത് വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു മിസ് ഏഷ്യയുടെ ജേർണി. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ദിവസം ഡേ 4ന് ഞാൻ പറയാൻ പറ്റില്ല, ഡേ 4ന് നമുക്കൊരു ഡി ജെ പാർട്ടി പോലെ അവിടെ എല്ലാവരുമായിട്ട് തലേദിവസം, ഫിനാലയുടെ തലേദിവസം നമുക്കൊരു പാർട്ടിയും പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മിസ് ഏഷ്യയുടെ. പിന്നെ നമ്മുടെ ഗ്രൂമിങ് ടൈമിൽ നമുക്ക് കിട്ടിയിരുന്ന ക്ലാസ്സുകൾ, ഒന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിരുന്നു, പിന്നെ ബോഡി പോസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ, ആറ്റിറ്റ്യൂഡ്, സ്റ്റൈല്, പിന്നെ യോഗ, ഫിറ്റ്നസ്, പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ, ബെസ്റ്റ് ആൻസർ സെക്ഷൻസ്, പിന്നെ റാം വോക്ക് കൊറിയോഗ്രഫി, അങ്ങനത്തെ പരിപാടികൾ, പിന്നെ ഡാൻസ് സെഷൻസ്, ആക്ടിങ് സെഷൻസ്, അങ്ങനത്തെ പരിപാടികളായിരുന്നു കേട്ടോ നമുക്ക് ഗ്രൂമിങ്ങിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാണ് ഗ്രൂമിങ്ങിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത് പറയേണ്ട 2-3 ആൾക്കാരുണ്ട്. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആലിയാണ്. ആലി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഫുൾ കോർഡിനേറ്റ്, ക്രിയേറ്റീവ് ഹെഡായിരുന്നു ആലി, ഫുൾ കോർഡിനേറ്റ് ചെയ്തത് ആലിയാണ്. സോ ഇത്രം കുട്ടികളുടെ പാരൻസ്, ഇവരുടെ മാനേജ്മെൻറ്റ് ടീം, ഗ്രൂമിങ്ങിന് വരുന്ന സെലിബ്രിറ്റീസ് മോസ്റ്റ്ലി എല്ലാം സെലിബ്രിറ്റീസ് തന്നെയായിരുന്നു നമുക്ക് ഗ്രൂമിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത്. സോ സെലിബ്രിറ്റീസ് എല്ലാവരും ഡീൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എല്ലാം ആലിയാണ്. സോ 5 ദിവസമായി അവർ കിണർ കുത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. സോ ആലി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ആലിയുടെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഉള്ളത് ലോകേഷ് സാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര പ്രൊഫഷണലാണ് ആള്. സോ പുള്ളിയുടെ 2 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഒന്ന് ടിമ്മി ആൻഡ് ഒന്ന് ദിലീപ്.
അവർ രണ്ടുപേരും അടിപൊളിയായിരുന്നു. അവർ ബാക്ക് സ്റ്റേജ് മാനേജേഴ്സ് ആയിരുന്നു. അവർ രണ്ടുപേരും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇവർ മൂന്നുപേരും കൂടിയാണ് ഫുൾ കൊറിയോഗ്രാഫി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. ടീച്ചറെല്ലാം പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞ് പുള്ളി ബാക്ക് സ്റ്റേജിലുണ്ടാവും. ടിമി ആൻഡ് ദിലീപാണ് ബാക്കിയെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അവരുടെ കോർഡിനേഷൻ ആൻഡ് വർക്ക് വാസ് അമേസിങ്. സോ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ മിസ് ഏഷ്യയിലുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ള എല്ലാവർക്കും നേരത്തെ ഞാൻ മിസ് കേരളയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ഒരു മെയിൻ ഡൗട്ടാണ് എത്ര രൂപയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് അവിടെ എനിക്ക് കുറച്ച് പഠിക്കാൻ കിട്ടി, ഇവിടെ എനിക്ക് കുറച്ചധികം പഠിക്കാനും കിട്ടി, അതുപോലെ തന്നെ എനിക്ക് ഒരു റണ്ണർ അപ്പിൻ്റെ ടൈറ്റിൽ പൊസിഷനും കൂടെ കിട്ടി. സോ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ കാശ് ചിലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. എല്ലാ ബിസിനസ്സിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സോ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിന് നമുക്ക് ആയത് 55,000 പ്ലസ് GST ആയിരുന്നു. നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടായിരുന്നു. ഇതിന് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കായിരുന്നു. ഫസ്റ്റ് വാസ് 11,000 സംതിങ്, പിന്നെ 25,000 സംതിങ്, പിന്നെ 30,000, 30,000, 30, 40, 50, 55, 60 അത് കൂടുതലായാലോ. അല്ലല്ല, പിന്നെ 30,000 അല്ല, 20,000 എന്തായിരുന്നു. സോ അങ്ങനെ എന്തായാലും 55 പ്ലസ് ടാക്സ് ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു 60-65 ഇടയ്ക്ക് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഫെയർ പ്രൈസ് ആണ്. ബിക്കോസ് നമുക്ക് സ്റ്റേ 5 സ്റ്റാർ ഹോട്ടൽ ക്രൗൺ പ്ലാസയിലായിരുന്നു. എല്ലാം സെലിബ്രിറ്റി ജഡ്ജസ് ആയിരുന്നു, സെലിബ്രിറ്റീസ് ആയിരുന്നു. നമ്മുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളെല്ലാം ബോളിവുഡ് ഇൻഡസ്ട്രിയിലത്തെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ബോളിവുഡ് ഇൻഡസ്ട്രിയിലത്തെ ടോപ്പിൽ നിൽക്കുന്നതായിരുന്നു എല്ലാവരും. പെജൻറ്റ് ട്രെയിനിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ക്ലാസ്സസ്, ഗ്രൂമിങ്, എവറിത്തിങ് ബോളിവുഡ് ഇൻഡസ്ട്രി ഹൈ ടീംസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഫെയർ പ്രൈസ്. ബിക്കോസ് എല്ലാ പേജൻറ്റിനും നമ്മൾ എമൗണ്ട് കൊടുക്കണം. കാരണം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫുഡ്, നമ്മുടെ സ്റ്റേ കാര്യങ്ങളെങ്കിലും നമ്മൾ എടുക്കണം. അല്ലാണ്ട് അവർ കംപ്ലീറ്റ്ലി അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. തന്നെ നമുക്ക് കുറേ സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അല്ല, പ്രോഗ്രാമിന് പേഴ്സണലി ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് മുമ്പോട്ട് വരിക. നമുക്ക് എന്തായാലും ഒരു പെജൻറ്റിന് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നോളജ് കിട്ടും. നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ മിസ് ഏഷ്യ ഇൻ്റർനാഷണൽ ഇന്ത്യ. നമുക്ക് തീർന്നു. ഇതായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റേ പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കണ പോലെ ഇരുന്ന് കഥ പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് എവർ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെജൻറ്റിലോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്, നമ്മളിതിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൊണ്ട് നടക്കുന്നത് എന്ന് മനസ്സിലാവും. മോസ്റ്റ്ലി 2 പെജൻറ്റിലും എനിക്ക് ഏറെക്കുറെ ഒരു 60-70% കാര്യങ്ങൾ എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോ എല്ലാവർക്കും ഈ ഫീൽഡിലോട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ സീരീസ് നമ്പർ 3 നമുക്ക് ബേസിക് തിങ്സ് ടു നോ ബിഫോർ എൻട്രിങ് എ പേജൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ.